നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സിലെ ഈ പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനു, സോഷ്യൽ ഓർഡർ ആൻഡ് ലോസ്, കോൺസെപ്ഷൻ ഓഫ് ജസ്റ്റിസ്. ഇതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുവിനെ കുറിച്ച്, നമ്മളുടെ പ്രാചീന ഭാരതത്തിലെ നിയമദാതാവായിട്ടുള്ള മനുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജസ്റ്റിസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനു ആരാണെന്ന് നോക്കാം. ഒരു നിയമദാതാവ് എന്ന നിലയിൽ മനുവിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രാചീന ഇന്ത്യയിലെ ഒരു ധർമ്മശാസ്ത്രകാരനാണ് മനു. ആ നിലയിലാണ് മനു അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. അപ്പോൾ മനുസ്മൃതി ഹിന്ദു നിയമശാസ്ത്രത്തിന്റെ, ഒരു ധർമ്മശാസ്ത്രത്തിന്റെ ഏറ്റവും ആദ്യകാലത്തുള്ള ആധികാരികമായിട്ടുള്ള ഒരു രേഖയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ മനുസ്മൃതി സംസ്കൃതത്തിലുള്ള ഏകാധിപത്യ ധർമ്മ ഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഏകാധിപത്യ ധർമ്മ ഗ്രന്ഥം എന്നാണ് മനുസ്മൃതി അറിയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ക്രിസ്തുവിന് മുൻപ് 200 BC 200-ലൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. അത് പൂർണ്ണമാകുന്നത് BC 200-നും AD 200-നും ഇടയിലുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇത് രചിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ മനുവിനെ ആദിമ മനുഷ്യനും അതുപോലെ ആദിമ രാജാവും ആദിമ നിയമനിർമ്മാതാവും ഒക്കെ ആയിട്ട് പല സൂക്തങ്ങളും കണക്കാക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഗ്രന്ഥത്തിന്റെ മനുസ്മൃതിയുടെ ഘടന എന്താണെന്ന് നോക്കാം. മൊത്തം 12 അധ്യായങ്ങളാണ് ഇതിൽ ഉള്ളത്. മനുസ്മൃതിയിൽ മൊത്തം 12 അധ്യായങ്ങളുണ്ട്. അതില് 2684 ശ്ലോകങ്ങളുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 2684 ശ്ലോകങ്ങളും അതുപോലെ 12 അധ്യായങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, 12 അധ്യായങ്ങളിലായിട്ട് 2684 ശ്ലോകങ്ങളുണ്ട്. അതില് ധർമ്മം, കർമ്മം, വർണ്ണാശ്രമ വ്യവസ്ഥ, സ്ത്രീകളുടെ നില, അതുപോലെ ശിക്ഷാ നിയമങ്ങള്, ഇതെല്ലാം തന്നെ ഈ മനുസ്മൃതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമുക്ക് മനുവിന്റെ നിയമസങ്കല്പങ്ങൾ, അതായത് ലീഗൽ ആൻഡ് സോഷ്യൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു മുൻഗാമിയായിട്ടുള്ള വർണ്ണ സിസ്റ്റം തന്നെയാണ് വർണ്ണാശ്രമ ധർമ്മം അല്ലെങ്കിൽ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യരെ ഇദ്ദേഹം 4ആയിട്ടാണ് തിരിക്കുന്നത്: ബ്രാഹ്മണര്, വൈശ്യർ, ക്ഷത്രിയർ ആൻഡ് ശൂദ്രർ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ വായിൽ നിന്നും, ക്ഷത്രിയർ ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്നും, വൈശ്യർ ബ്രഹ്മാവിന്റെ തുടയിൽ നിന്നും, അതുപോലെ തന്നെ ശൂദ്രർ ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്നും ഉത്ഭവിച്ചവരാണെന്നും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ ഒക്കെ കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. വായിൽ നിന്ന് ഉത്ഭവിച്ച ബ്രാഹ്മണരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വേദങ്ങള് കഴിക്കുക, അതുപോലെ തന്നെ അധ്യാപനം, ഇതൊക്കെയാണ് വേദങ്ങള് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ബ്രാഹ്മണരുടെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ക്ഷത്രിയർ, അല്ലെ? ക്ഷത്രിയര് കൈകളിൽ നിന്നാണ്. അപ്പൊ കൈ എന്ന് പറയുന്നത് ശക്തിയുടെയും യുദ്ധത്തിന്റെയും ആയുധങ്ങൾ ഏന്തുന്നതിന്റെയും ഒക്കെ ഒരു സിമ്പിളായിട്ട് വരും. അപ്പോ ക്ഷത്രിയരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടി, ലൈഫിലെ കർമ്മം എന്ന് പറയുന്നത് യുദ്ധവും രാജ്യഭരണവും ഒക്കെയാണ്. വൈശ്യർ തുടയിൽ നിന്നാണ്. തുട എന്ന് പറയുന്നത് വ്യാപാരത്തിന്റെ ഒരു സിമ്പലാണ്. അപ്പോൾ കച്ചവടക്കാരും കർഷകരും ഒക്കെ ആരായിരുന്നു? അത് വൈശ്യരായിരുന്നു. ഇനി ശൂദ്രർ പാദങ്ങളിൽ നിന്ന് ഉരുവം കൊണ്ടത് കൊണ്ട് തന്നെ പാദസേവ ചെയ്യുക, മുകളിലുള്ള 3 വർണ്ണങ്ങളുടെ പാദസേവയായിരുന്നു ശൂദ്രന്മാരുടെ ലക്ഷ്യം എന്ന് ജീവിത ധർമ്മം എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്നത് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടതില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ പിതാവിന്റെ കീഴിലും ഭർത്താവിന്റെ കീഴിലും പുത്രന്റെ കീഴിലും സഹോദരന്റെ കീഴിലും ഒക്കെ ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന സ്ത്രീ സ്വതന്ത്രമർഹതി എന്ന ഒരു വാക്യമൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശിക്ഷാ നിയമങ്ങൾ, ഇദ്ദേഹം പറയുന്ന ശിക്ഷാ നിയമങ്ങൾ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചിട്ടുള്ള ശിക്ഷകളാണ്. ഓരോ വർണ്ണത്തിനും അനുസരിച്ച ശിക്ഷയാണ്. അപ്പൊ അതിലെ ഒരു വലിയ സാമൂഹിക തിന്മ ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണനും ശൂദ്രനും ഒരേ തെറ്റ് ചെയ്താൽ ബ്രാഹ്മണർക്ക് കുറഞ്ഞ ശിക്ഷയും ശൂദ്രന് ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷയുമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഒരു തുല്യത, നിയമത്തിന്റെ തുല്യതയല്ല, മറിച്ച് വർണ്ണം അനുസരിച്ചിട്ടുള്ള, ആശ്രമം അനുസരിച്ചിട്ടുള്ള ശിക്ഷയാണ് ലഭിച്ചിരുന്നത്. ഇനി ശൂദ്രനോട്
വളരെ കഠിനമായിട്ടാണ് നിയമം പെരുമാറിയത്. ഇനി ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇദ്ദേഹം 4 ആശ്രമങ്ങളിലായിട്ട് ആണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ആയുസ്സിനെ നമ്മൾ ശരാശരി 100 വയസ്സായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെ 25 വർഷക്കാലം ബ്രഹ്മചര്യ എന്ന ആശ്രമമാണ്. ബ്രഹ്മചര്യ ആശ്രമത്തില് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കുക, അല്ലെ, അറിവ് നേടുക, പരമാവധി അറിവുകൾ നേടുക. ഇനി രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമമാണ്. ഗൃഹസ്ഥാശ്രമത്തിലാണ് വിവാഹം, ലൈംഗികത, കുഞ്ഞുങ്ങള്, അതുപോലെ കുടുംബകാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഈ ഗൃഹസ്ഥാശ്രമത്തിലാണ്. ജീവിതം, വൈവാഹിക ജീവിതമൊക്കെ ഉൾപ്പെടുന്നത്, സ്വത്ത് സമ്പാദിക്കുക, തൊഴിൽ ചെയ്യുക, ഇതെല്ലാം ഈ രണ്ടാമത്തെ ആശ്രമത്തിലാണ്. ദെൻ വാനപ്രസ്ഥമാണ് മൂന്നാമത്തെ ഒരു ആശ്രമം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഗൃഹസ്ഥാശ്രമം ആകുമ്പോഴത്തേക്ക് 50 വയസ്സായി, അല്ലെ. 50 കഴിഞ്ഞാൽ പിന്നെ ഒരു റിട്ടയർമെന്റ് പീരീഡ് ആണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേർഡ്ലി ഓർ എർത്തലി ലൈഫിൽ നിന്നൊക്കെയുള്ള ഒരു റിട്ടയർമെന്റ്, ലൗകിക സുഖഭോഗങ്ങളിൽ നിന്നൊക്കെ മെല്ലെ 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 റിട്ടയർമെന്റ്, ഒറ്റ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തുകയല്ല, മറിച്ച് മെല്ലെ 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 റിട്ടയർമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൗകിക സുഖഭോഗങ്ങളൊക്കെ മെല്ലെ മെല്ലെ ത്യജിച്ചുകൊണ്ട് വരിക. അങ്ങനെ 75 വയസ്സായി കഴിയുമ്പോൾ നമ്മൾ 4ാമത്തെ ആശ്രമത്തിലേക്ക് കടക്കുകയാണ്. അതായത് സന്യാസമാണ്. സന്യാസം എന്ന് പറഞ്ഞാല് ഒരു വനത്തിൽ പോയിട്ട് നിത്യമായിട്ടുള്ള ധ്യാനത്തിൽ ഏർപ്പെടുക, അങ്ങനെ മോക്ഷം, മരണം വരെ ആ ഒരു ധ്യാനം അനുഷ്ഠിക്കുക, ഇതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് മനു പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്, ചരിത്രപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, മനുസ്മൃതി ഈ പുരാതന നിയമങ്ങളെ എല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു നിയമ സംഹിതയാണ് ഇത്. പ്രത്യേകിച്ച് സ്ത്രീകളും ശൂദ്രരുമൊക്കെ ധാരാളം പീഡനങ്ങൾ ഈ ഒരു മനുസ്മൃതി മൂലം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ മനു ഹിന്ദു ധർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമദാതാവാണ് മനു എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർണ്ണാശ്രമ ധർമ്മവും അതുപോലെ തന്നെ മനുവിന്റെ പ്രധാനപ്പെട്ട സാമൂഹികമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ മനുസ്മൃതിയുടെ സാമൂഹികമായിട്ടുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.